പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖാണെന്ന് കരുതുന്നു. വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ ആരംഭം. ജാനുവരി മാസം 26 വളരെ അത്ഭുതകരമായിട്ട് 2026 ആരംഭിച്ച് 26 ദിവസം കർത്താവ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോയി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നല്ല ദിവസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം ഉണർത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം അതിൻ്റെ പിന്നിലും കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ പദ്ധതിയുടെ കീഴിൽ വളരെ താഴ്മയോടെ നമുക്ക് നിൽക്കാം, സന്തോഷത്തോടു കൂടിയായിരിക്കുക. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ദ ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 2 വേഴ്സ് 5. അതിങ്ങനെയാണ് പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ സംരക്ഷണം വിളിച്ചോതുന്ന മറ്റൊരു വചനമാണ്. 8000-ൽ പരം വാഗ്ദാനങ്ങളുള്ളതിൽ ഒരു വചനം. 8000-ൽ പരം വാഗ്ദാനങ്ങൾ തിരുവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതിൽ പെടുന്ന ഒരു വചനം എനിക്കുള്ള നിങ്ങൾക്കുള്ള വാഗ്ദാനം. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് വചനം. അതായത് ദൈവമാണ് നമുക്ക് ചുറ്റും ഒരു വലിയ സംരക്ഷണ കവചം തീർക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ദൈവം നമുക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. I will be the wall of fire all around it. I will be the wall of fire all around it, says the Lord, and I will be the glory within it. I will be the glory within it. ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവിൻ്റെ വലിയ സംരക്ഷണം നിങ്ങൾക്കും എനിക്കും ഇന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ഓരോ പ്രഭാതത്തിൽ കർത്താവെ എന്നെ സംരക്ഷിക്കണമേ എന്ന് ആ സംരക്ഷണ വലയത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ കൈവെള്ളയിൽ താങ്ങും, അവിടുത്തെ അങ്കിയിൽ നമ്മെ പൊതിയും. ആമേൻ.